നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകമുള്ളത്. ഈ ഘട്ടത്തിൽ CBF അവരുടെ മാർച്ചിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഒഫീഷ്യലായിരിക്കുന്നു. വമ്പന്മാരോടാണ് ബ്രസീൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതായത് ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ഫ്രാൻസ് വരുന്നു, ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് ക്രൊയേഷ്യ വരുന്നു. ഈ കാര്യം ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു CBF. നേരത്തെ തന്നെ ഇങ്ങനെ വമ്പന്മാരോടാണ് ബ്രസീൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അത് ഫ്രാൻസ് ആയിരിക്കും ഒരു എതിരാളി, ക്രൊയേഷ്യ ആയിരിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒഫീഷ്യൽ വന്നിരുന്നില്ല. ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നു. CBF വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് അതിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. രണ്ട് ബിഗ് ചാലഞ്ചുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ബ്രസീലിയൻ ദേശീയ ടീം ഫ്രാൻസിനെയും ക്രൊയേഷ്യയെയും അടുത്ത ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നു. സെയിം ഗ്രീൻ ആൻഡ് യെല്ലോ എനർജി ആസ് ഓൾവേസ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ CBF അത് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നു. ഏതായാലും വമ്പൻ പോരാട്ടങ്ങൾ വരുമ്പോൾ കാർലോ അഞ്ചലോട്ടിയുടെ പ്രതികരണം ഇന്നലെ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നു മാർച്ചിലെ ഫ്രണ്ട്ലീസിനെ പറ്റി, തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്കൊരു വലിയ ടെസ്റ്റാണ്, ബിഗ് ടെസ്റ്റാണ്, ഗുഡ് ടെസ്റ്റാണ്. ഞങ്ങൾ വേൾഡ് ക്ലാസ് ടീമുകൾക്കെതിരെ, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേൾഡ് ക്ലാസ് ടീമുകൾക്കെതിരെ കളിക്കാൻ പോവുകയാണ്. ഫ്രാൻസ് എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള ടീമാണ്. ക്രൊയേഷ്യ ആവട്ടെ വളരെ എക്സ്പീരിയൻസ് ടീമാണ്. എന്തായാലും ഞങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ആയിരിക്കും അത്. ഒബ്വിയസ്ലി ഈ അർത്ഥത്തിൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള തെർമോമീറ്റർ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അളവെടുക്കാനുള്ള തെർമോമീറ്റർ ആയിട്ടാണ് കാണുന്നത്. പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് റിസൾട്ട് വരാം. പക്ഷേ കാര്യങ്ങൾ ഞങ്ങളുടെ നല്ല രൂപത്തിൽ ഈ മത്സരങ്ങൾക്ക് ശേഷം ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളെന്നും എന്തൊക്കെയാണ് പോസിറ്റീവ് എന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.